ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉത്തരാഖണ്ഡ് ട്രാവൽ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഉള്ളത് മസൂരിയിലാണ്. മസൂരിയിൽ കുറച്ച് ലോക്കൽ മാർക്കറ്റുകളും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കറങ്ങി കാണാനുള്ള പ്ലാനിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന്. ഇവിടുത്തെ പ്രധാനമായ മാൾ റോഡ്, പിന്നെ ലൈബ്രറി ചൗക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ട്രാവൽ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ചെറിയ വെയിലൊക്കെ കൊണ്ട് നമ്മൾ ഈ കുന്നിങ്ങനെ കയറി പോവുകയാണ്. ഇതൊരു മലയുടെ മേലെ പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു മാർക്കറ്റ്, അങ്ങനെ ഒരു ടൗൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കറങ്ങി കാണാം. എന്നിട്ട് താഴേക്ക് ഇറങ്ങി നമുക്ക് ലൈബ്രറി ചൗക്ക്, പിന്നെ അതുപോലെ തന്നെ മാൾ റോഡിൽ രാത്രി സ്പെൻഡ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ, ക്യൂൻ ഓഫ് ഹിൽസ് എന്നാണ് മസൂരിയുടെ പേര്. അപ്പോൾ അത്രയും മനോഹരമായ കുന്നുകളും മലകളുള്ള സ്ഥലം. അവിടെ നല്ലൊരു ടൗണും ടൂറിസ്റ്റ് സ്പോട്ടും ഡെവലപ്പ് ചെയ്ത് വന്നത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും വരുമ്പോൾ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡിൽ വരുമ്പോൾ. അപ്പോൾ കണ്ടോ, ഇവിടെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെടികൾ, പിന്നെ അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ വെച്ച് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സ്റ്റൈലാണ് ഇതിന്. ഞാൻ ഫോട്ടോസൊക്കെ ഒരുപാട് കണ്ടിരുന്നു ഈ ഒരു ലൊക്കേഷൻ്റെ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റൈറ്റിലേക്ക് തിരിയണം. അവിടെ സിഗ്നലാണ് തോന്നുന്നു, സിഗ്നൽ കാണാനുണ്ട്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റോഡ് ട്രിപ്പിൻ്റെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് സജഷൻസ് കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സജഷൻസൊക്കെ ഇനി അടുത്ത റോഡ് ട്രിപ്പിൽ നമ്മൾ ഉഷാറാക്കിയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോർ എത്താറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ കണ്ടോ, നല്ല നല്ല പൈൻ മരങ്ങൾ, അങ്ങനത്തെ മരങ്ങളുടെയൊക്കെ ഇടയിലാണ് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് എൻജോയ് ചെയ്ത്, അതുപോലെ തന്നെ നേച്ചുറലിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് ഡ്രൈവിങ്ങിന് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കാരണം അത്രയും നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാപ്പ് ഉണ്ടെങ്കിൽ സുഖമായി കറങ്ങി കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. വലിയ കൺഫ്യൂഷനുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്ന മാർക്കറ്റുകളൊക്കെ കണ്ടോ, പഴയ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള അതേ ബിൽഡിങ്ങുകൾ ഇപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഒരുപാട് ഡ്രസ്സുകൾ, ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷ് ഐറ്റംസാണ്. പിന്നെ സ്വീറ്റ്സ്, ഇവിടുത്തെ സ്വീറ്റ്സൊക്കെ എന്തായാലും വാങ്ങിക്കൊണ്ടുപോയി നാട്ടിൽ പോയി ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്കൊരു വട്ടം ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടോ. പഴയ ആ ഒരു ടൗൺഷിപ്പ് തന്നെയാണ്. റോഡൊക്കെ ചെറിയൊരു വീതി കുറഞ്ഞ റോഡാണ്, പക്ഷേ ഒരുപാട് കടകൾ ഇപ്പോഴും ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ശാന്തമായ ഒരു സ്ഥലം എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് മസൂരി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ മലമുകളിൽ വലിയ പൊല്യൂഷനൊന്നും ഇല്ല. അത്യാവശ്യം ഇവിടുത്തെ ലോക്കൽസ് അങ്ങനെയുള്ളൊരു ഏരിയ, റിമോട്ട് ഏരിയയാണ്. എന്തായാലും കൊള്ളാം. ഈ ഒരു ഷോപ്പൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് കുറച്ചുകൂടി പോയി നോക്കാം, എന്നിട്ട് താഴേക്ക് ഇറങ്ങാം. ഇനി നമ്മൾ പോകുന്നത് നേരെ ലൈബ്രറി ചൗക്കിലേക്കാണ്. ഇത് 1 വേ ആണ്, അതുകൊണ്ട് വലിയ ട്രാഫിക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. 1 വേ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. സൺസെറ്റ് ഏകദേശം ആവാറായിട്ടുണ്ട്. നല്ല ഗോൾഡൻ അവേഴ്സിൻ്റെ ആ ഒരു ഭംഗിയും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് നമുക്ക് മുന്നിൽ നിന്ന് അടിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റിയ ക്ലൈമറ്റാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നേരെ ലൈബ്രറി ചൗക്കിലേക്കാണ്. ഇത് ബ്രിട്ടീഷുകാർ 19ാമത്തെ നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ലൈബ്രറിയും അതിനോട് ചേർന്നിട്ടുള്ളൊരു ബിൽഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എപ്പോഴും മെയിൻ ഒരു ടൗൺ ഏരിയ, അതുപോലെ തന്നെ മോസ്റ്റ് ഹാപ്പനിങ് ഏരിയ എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ് ഈ ലൈബ്രറി ചൗക്ക്. ഇതിനോട് ചേർന്ന് തന്നെയാണ് മാൾ റോഡിൽ വണ്ടികളൊന്നും അനുവദിക്കില്ല, നമ്മൾ നടന്നു വേണം പോകാൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കാണിത്. ഇതുവരെ വണ്ടികൾ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതാ ഈ കാണുന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടോ, ലക്ഷ്മി മിസ്താൻ ബന്ധൻ. ഇവിടെ നല്ല ദോശ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ ഇവിടെ വന്ന് കിട്ടും. അപ്പോൾ ഇത് മാൾ റോഡിലേക്ക് എൻട്രിയാണ്. എൻട്രിയിൽ തന്നെയാണ് ഹോട്ടൽ വരുന്നത്. നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇവിടെ അടിപൊളിയായി കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. മാൾ റോഡിൽ ഇതുപോലെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെയുള്ള ഒരു പരിപാടിയാണ്. 2 സൈഡിലും ഇതുപോലെ റിക്ഷകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ ഷോപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. നടന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നടന്ന് അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന നല്ലൊരു സ്ട്രീറ്റ്. ഇത് രാത്രി അത്യാവശ്യം ലേറ്റായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് ഈ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള ഒരു ബാറാണ് കേട്ടോ. ഇവിടുത്തെ വെറൈറ്റി ബാറാണ്. ആര് കണ്ടാലും നോക്കി പോവും. അത്രയും പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു ബാറ്.
ആൾക്കാർ ഈ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് പോകുന്നത് ഇവിടുത്തെ ഒരു രീതിയാണ്, കാരണം വണ്ടികളൊന്നുമില്ല, അതുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മസൂരിയോട് ഇന്ന് വിട പറയുകയാണ്. ഇനിയും തിരിച്ചു വരണം ഉത്തരാഖണ്ഡിലേക്ക്. നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.